ഓഹരി വിപണിയുടെ ഉയർച്ച താഴ്ചകൾ എന്നും ചർച്ചാ വിഷയമാണ്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വരികയും ഇന്ത്യൻ ഓഹരി വിപണി അതിനനുസരിച്ച് കരുത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിനിടെയാണ് കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. പാകിസ്ഥാൻ പിന്തുണയോടെയാണ് ഭീകരർ ആക്രമണം നടത്തിയതെന്ന് ആരോപിച്ച ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏത് സമയത്തും സംഭവിക്കാവുന്ന ഇന്ത്യയുടെ തിരിച്ചടി ഓഹരി വിപണിയുടെ തകർച്ചയ്ക്ക് കാരണമാകും. കാർഗിൽ യുദ്ധം, സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെ മുൻകാല ചരിത്രവും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ നിക്ഷേപകർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഏറ്റുമുട്ടൽ ഉണ്ടായാൽ തന്നെ ഏതാനും ദിവസത്തിനകം വിപണി തിരിച്ചു കയറാനാണ് സാധ്യത. പാകിസ്ഥാന്റെ പ്രതികരണം, സംഘർഷത്തിന്റെ വ്യാപ്തിയും തീവ്രതയും എന്നിവ അനുസരിച്ചായിരിക്കും ഓഹരി വിപണിയിലെ വീഴ്ച. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വ്യാപാര ബന്ധം നിലവിൽ നാമമാത്രമായതുകൊണ്ട് ആ നിലയ്ക്ക് വിപണിയിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവില്ല. എന്നാൽ രണ്ട് ആണവ രാഷ്ട്രങ്ങൾ ഇതുപോലെ പോർമുഖത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും വിദേശ നിക്ഷേപകർ ഉൾപ്പെടെ പിൻവലിയാനും സാധ്യതയുണ്ട്. അത് വിപണിയിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഐക്യരാഷ്ട്രസഭയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുള്ളതിനാൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകില്ലെന്നും കരുതാം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. എന്നാൽ ഇന്ത്യയുമായി യുദ്ധത്തിനിറങ്ങാനുള്ള സാമ്പത്തിക സൈനിക ശേഷി നിലവിൽ പാകിസ്ഥാന് ഇല്ല എന്നാണ് വിലയിരുത്തൽ. എന്തൊക്കെയായാലും അയൽക്കാരായ രണ്ട് ആണവ രാജ്യങ്ങൾ നേരിട്ട് യുദ്ധത്തിനിറങ്ങിയാലുണ്ടാകുന്ന പ്രത്യാഘാതം എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അത് സംഭവിക്കാതിരിക്കാനാണ് നയതന്ത്ര ലോകം ശ്രമിക്കുന്നത്.